ചക്കയുടെ ചോള കണക്കിന് തുടുത്തുടുത്തൊരു കല്യാണി, തുടുത്തുടുത്തൊരു കല്യാണി. കുടക്കരയിലെ കവടിയാവുമ്പോ കണ്ണിന് ഞാനൊരു കല്യാണി, കണ്ണിന് ഞാനൊരു കല്യാണി. എന്റെ പൊന്നു ശ്വേത ചേച്ചി, ഇന്നെനിക്ക് സന്തോഷമുള്ള ദിവസം. 5 വർഷത്തിന് ശേഷം എന്റെ മോനെ കാണുന്നത്. നിങ്ങൾ വിചാരിക്കാൻ ഗൾഫിലാണെന്ന, പക്ഷെ അല്ല. 5 വർഷത്തിന് ശേഷം അവന്റെ കയ്യിലിരിക്കുന്ന ഫോൺ ഒന്ന് കംപ്ലൈന്റ് ആയി. അതുകൊണ്ട് അവൻ എന്നെ കണ്ടത്. അമ്മ, ഞാൻ പുതിയ ഫോൺ മേടിക്കുന്ന കാര്യം പറഞ്ഞില്ലേ, എന്തായി? പുതിയ ഫോൺ വാങ്ങിച്ചു തരിക. അടുത്ത 5 വർഷം എന്നെ കാണാതിരിക്കാൻ. ഇപ്പോഴത്തെ ജനറേഷനെ അച്ഛനെ അമ്മനും കാണാതിരിക്കാം, പക്ഷെ ഫോൺ കാണാതിരിക്കാൻ പറ്റില്ല. ഇത് എന്ത് വേഷാണത്? ഇത് നിസ്സാര വേഷല്ല, ഇത് ജൻസിയുടെ വേഷ. മര്യാദക്ക് നീ ഡ്രസ് അയച്ചാ ജൻസി കൊണ്ടു കൊടുക്കുക. അവളുടെ ഡ്രസ് ഒന്നും നിനക്ക് വേണ്ട. നീ പോയി നിന്റെ പാന്റ് ഷർട്ട് ഇട്ടുവാ. ഓ അമ്മ, ജൻസി പെണ്ണല്ല, ഇപ്പോഴത്തെ ജനറേഷന്റെ പേരാ ജെന്നിസട്ട്. നിന്റെ ജെന്നിസട്ട് ഞാൻ പഠിച്ചളക്കും. നിനക്ക് വേണ്ടിയല്ലേ നിന്റെ അച്ഛൻ ആ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്നത്? ആ, അങ്ങനെ കഷ്ടപ്പെടുന്നുണ്ടെങ്കിലേ വല്ലപ്പോഴും എന്നെ കാണാൻ വേണ്ടി നാട്ടിലോട്ട് വരണം. കഴിഞ്ഞ മാസം ലീവിന് വന്ന് 10 ദിവസം ഇവിടെ നിന്നിട്ട് പോയ മനുഷ്യനാ. അതുപോലും ഇവൻ കണ്ടിട്ടില്ല. അപ്പൊ അച്ഛൻ വരില്ല, വന്നിട്ട് പോയി. അല്ല, എനിക്കൊരു പെങ്ങളുണ്ടായിരുന്നല്ലോ, അവളെന്തേ? അവളെയൊക്കെ കെട്ടിച്ചു വിട്ടു. അതൊന്നും നീ അറിഞ്ഞില്ലേ? നിനക്കിതൊന്നും അറിയണ്ടല്ലോ. നിങ്ങൾക്കറിയോ, ഞാൻ എപ്പോ ഇവന്റെ അടുത്ത് ചെന്ന് നിന്നാലും അവൻ മറ്റുള്ളവർക്ക് വോയിസ് അയക്കും, ഡിർ ഡിർ എന്നും പറഞ്ഞ്. എന്തുവാടാ ഈ ഡിർ? ഓ, അത് ഡിർ അല്ല, DIR, ഡേഞ്ചറിങ് റൂം. അതെന്തുവാടാ? അമ്മയല്ലേ ഇവിടത്തെ ഡേഞ്ചർ. ഓ, അല്ലേലും ഇപ്പത്തെ പിള്ളേർക്ക് അച്ഛനും അമ്മനും ഒരു വിലയുമില്ല. കഴിഞ്ഞ പറഞ്ഞാണല്ലേ നിനക്ക് അച്ഛൻ നല്ലൊരു സ്മാർട്ട് വാച്ച് അയച്ചു തരുന്നത്. ആ, തന്നിരുന്നു. എന്നിട്ട് നീ അച്ഛനെ ഒന്ന് വിളിക്കോ വോയിസ് അയക്കോ ചെയ്തോ? അവൻ അയച്ചിരിക്കാം. കറുത്ത 2 രൂപങ്ങൾ കെട്ടിപ്പിടിച്ചിരിക്കുന്ന എന്തോ ഒരു സാധനം. ഓ മൈ ഗോഡ് മോം, ദാറ്റ് ഈസ് നോട്ട് കറുത്ത രൂപങ്ങൾ, അതാണ് ഹഗ്ഗിമോജി. ഒരു പരിഷ്കാരി. എടാ, ഏതെങ്കിലും ഒരു നല്ല ഫോട്ടോ ഈ വീട്ടിലുണ്ടോ? ഏത് ഫോട്ടോ എടുത്തു നോക്കിയാലും അവരിങ്ങനെ നിൽക്കുന്നു, ഇങ്ങനെ നിൽക്കുന്നു, ഇങ്ങനെ നിൽക്കുന്നു. ആധാർ കാർഡിൽ ഫോട്ടോ എടുത്തപ്പം വരാ മുഖം മറിച്ച് നിന്നിട്ടുള്ളവനാ ഇവൻ. അമ്മ ഒരു റെഡ് ഫ്ലാഗ് തന്നെ. എന്തോന്നാ അമ്മ ഒരു നെഗറ്റീവ് ആണെന്ന്. ഓ, ഈ വീട്ടിലൊരു സ്വൈര്യമില്ല, എന്തൊക്കെയോ പ്രശ്നങ്ങളാ. ഒരു ജോത്സ്യനോട് ചോദിക്കണം. അതിനെന്തിനാ ജോത്സ്യൻ? മക ചാറ്റിപ്പിറ്റിനോട് ചോദിക്കാം. എന്താ, പുതിയ ജോത്സ്യനാണോ? ഓ, അത് ജോത്സ്യനൊന്നും അല്ല, ഫോണിലുള്ള ഒരു AI. അതിനോട് ചോദിച്ചാൽ അറിയാത്തതായിട്ടൊന്നുമില്ല. ഹേയ് സിറി. മേസ്തിരിയോ? മേസ്തിരിക്ക് എപ്പോഴോ പണി കഴിഞ്ഞ് പോയി. ഓ, മേസ്തിരി അല്ല, ഹേയ് സിറി. എന്റെ ഫോൺ എവിടെ നോക്കിയതോ? ഓ, പറഞ്ഞോല്ലേ, അതും കംപ്ലൈന്റ് ആണല്ലേ. അത് മാത്രല്ല, മൊത്തത്തില് നീയും കംപ്ലൈന്റാ. അമ്മ എന്തുവാടാ? എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എന്തുവാടാ? ചിണുങ്ങാത്ത കാര്യം പറ. അതെ, എനിക്ക് ഒരു കൊച്ചിനോട് ക്രഷ് ഉണ്ട്. കൃഷിയോ? ഓ, കൃഷിയല്ല, ക്രഷ്. ഇഷ്ടം തോന്നുന്നതിന് പറയുന്നതാ ക്രഷ്. പിന്നെ ബ്രഷ് വാങ്ങാൻ കാശില്ലാത്ത നിനക്കാ ക്രഷ്. പോയില്ല, പണിയെടുത്ത് കാശുണ്ടാക്കാൻ നോക്ക്. ഓക്കെ, എന്നാ ഞാൻ മെറ്റാട് വഴി കാശുണ്ടാക്കാം. പെച്ചാട് വഴിയോ? എങ്ങനാ? പാല് കറന്ന് കാശുണ്ടാക്കാൻ പോവാണോ? നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് ഈ ന്യൂ ജനറേഷനെ കുറിച്ച് ഒരു ഐഡിയ. ഓ, നിനക്ക് പിന്നെ എല്ലാം അറിയാലോ. എടാ, നിനക്ക് പൊതുജ്ഞാനം ഉണ്ടോടാ? പൊതുജ്ഞാനം? ആ, അമ്മ ചോദിക്ക്. നിനക്ക് അയൺ മാൻ ഓഫിന്റെ ആരാണെന്ന് അറിയോ? ആ, അത് ടോണി സ്റ്റാർക്ക്. ടോണി സ്റ്റാർക്കോ? അതാരാടാ? അതല്ലേ അയൺ മാൻ, സൂപ്പർ ഹീറോ. എന്റെ ദൈവമേ, വിദ്യാഭ്യാസം ഒരു വില്ലനായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അത് സർദാർ വല്ലഭായ് പട്ടേൽ. അല്ല, അമ്മക്കേ തോരനറിയാവാ? അറിയാതെയാണോ നീ ഉച്ചക്ക് തോരനും കൂട്ടി ചോറുണ്ടത്? ആ, ഇതാ പ്രശ്നം. എന്റെ സൂപ്പർ ഹീറോസിനെ അമ്മക്കും അറിയത്തില്ല, അമ്മേന്റെ സൂപ്പർ ഹീറോസിനെ എനിക്കും അറിയത്തില്ല. ഈ പോക്ക് എങ്ങോട്ടാണെന്ന് എനിക്കും അറിയത്തില്ല. എവിടെ ഫോൺ?
ശരിയാക്കി തരാം. ഹലോ, നിങ്ങൾ അവിടുത്തെ ജോലി രാജിവെച്ച് ഇങ്ങോട്ട് വരുന്നതാ നല്ലത്. ഈ ചെക്ക ഇവിടെ കേട്ട എന്തൊക്കെയോ വാക്കുകളാ പറയുന്നത്. ആ എടാ, നിന്റെ അച്ഛൻ അവിടുത്തെ ജോലി രാജിവെച്ച് ഇങ്ങോട്ട് വരുന്നെന്ന്. അച്ഛൻ വരുന്നു. അച്ഛൻ വരട്ടമ്മ, വരട്ട്. എത്ര നാളായി പാവം അവിടെ കിടന്ന് കഷ്ടപ്പെടും. അമ്മ, അച്ഛൻ വരുമ്പോ ഒരു വിഷയം കൂടെ കൊണ്ടുവരാൻ പറയണേ അമ്മ. അപ്പൊ എന്റെ മോൻ പോവാ അവിടേക്ക്? ഞാനല്ല, നിങ്ങൾ. എടാ ജേസി, ജേസി അല്ല ജെൻസി.